എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെ കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മനോഹർ നേരെ സരുവിന്റെ അരിയിലേക്ക് എത്തുവാണ്. ഈ സമയത്ത് രാഹുൽ ഉണ്ടായിരുന്നു സിറ്റോടെ നിപ്പ്. പെട്ടെന്ന് മനോഹറിനെ കണ്ടു ചോദിച്ചു, ആഹാ, നിന്റെ ഹണിമൂണും ഒക്കെ കഴിഞ്ഞോ, അതോ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞിട്ട് നീ ഇങ്ങോട്ട് ഓടിപ്പോന്നാണോന്ന് ചോദിക്കുക. ഇത് കേട്ടോണ്ടാണ് സരു അങ്ങോട്ട് വരുന്നത്. പെട്ടെന്ന് മനോഹറിന് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. മനോഹർ പെട്ടെന്ന് അവിടെ കിടന്ന് വീണെടുത്ത് കിടന്നങ്ങോട്ട് ഉരുളാൻ തന്നെ തീരുമാനിച്ചു. മോളെ സരു, പറയുന്നത് കേട്ടില്ലേ നിന്റെ അച്ഛന്റെ പാട്ട് ഇപ്പോഴും കുറഞ്ഞിട്ടില്ലെന്ന് പറയണം. ഞാൻ കേട്ടു മനുവേട്ടാ പറഞ്ഞേ. അതെ, എന്റെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞോന്ന്, ഹണിമൂൺ ട്രിപ്പ് കഴിഞ്ഞോന്നൊക്കെ ഇപ്പോഴും അങ്ങേര് ആ ഒരു ചിന്തയിലാന്ന് പറയാം. സരിയ പറഞ്ഞ, അല്ലെങ്കിലും അമ്മ പറയാറുണ്ട് ഈ ഇടയായിട്ട് അച്ഛന് പണ്ട് ഇച്ചിരി അഭിഹിത ബന്ധമൊക്കെ ഉണ്ടായിരുന്നെന്ന്. അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ മനസ്സിലുണ്ടാകുന്നേ. അതെ, മനുവേട്ടൻ അന്ന് കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ എന്ന് പറയാം. അല്ലെങ്കിലും ആര് കാര്യമായിട്ട് എടുത്തേക്കുന്നു. അല്ല, എന്റെ കല്യാണത്തിനൊക്കെ പോകുന്നു പറഞ്ഞിട്ട് മനുവേട്ടൻ പോയില്ലെന്ന് ചോദിക്കണം. കല്യാണത്തിന് പോയി തല കാണിച്ചായിരുന്നു ഞാനെന്ന്. ആ സമയത്തല്ലേ അച്ഛനെ അവിടെ നിന്ന് കാണാതെ പോയത്. അതേന്നേ, അവിടെ നിൽക്കുന്ന ഞാൻ കണ്ടായിരുന്നു. പിന്നെ ഏത് വഴി പോയെന്ന് പോലും എനിക്കൊരു ഓർമ്മയില്ല. പിന്നെ വിളിച്ചു കഴിഞ്ഞിട്ട് ഫോൺ സ്വിച്ച് ഓഫ്. ഞാനാണെങ്കിൽ ആ ബിസിനസ് മീറ്റിംഗിൽ എന്റെ അമ്മായച്ചനെ പരിചയപ്പെടുത്താന്നൊക്കെ പറയുകയും ചെയ്തു. അവസാനം വിളിച്ചു നോക്കിയപ്പോ കിട്ടുന്നുണ്ടായിരുന്നില്ലെന്ന് പറയാം. സാരേ പറഞ്ഞു, എനിക്കത് അപ്പോഴേ അറിയായിരുന്നു. അച്ഛനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ആരാ പറഞ്ഞേ? അച്ഛന്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നല്ലായിരുന്നു മനുവേട്ടന്. അപ്പോഴേ പറഞ്ഞല്ലേ വേണ്ടാന്ന്. എന്നിട്ട് ഓരോ വട്ടുതരം കാണിച്ചോണ്ടിരിക്കുന്നു. ഈ സമയം മനോഹർ പറഞ്ഞു, അതെ, വട്ടിനുള്ള ഗുളിക അച്ഛൻ കഴിക്കുന്നില്ലെന്നാ തോന്നുന്നേ. സാരേ പറഞ്ഞു, ശരിയാ, അമ്മ പറയാറുണ്ട് ഗുളിക നാക്കിനിടയിലേക്ക് വെച്ചിട്ട് തുപ്പിക്കളയാ ചെയ്യുന്നേന്ന്. അതിൻ്റെതായ എല്ലാം കാണുന്നുണ്ടെന്ന് പറയാം. ഈ സമയം മനോഹർ പറഞ്ഞു, ഇനി അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല, ഗുളികയൊക്കെ മുടങ്ങാതെ കൊടുക്കണം മോളൂ. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ കണ്ടില്ലേ ഓരോ വട്ടുതരമൊക്കെ പറഞ്ഞോണ്ടിരിക്കണേ. അതേന്നേ, എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞിട്ട് ബാ മനുവേട്ടാ, ഇവിടെ എന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് പറയണം. അങ്ങനെ അങ്ങോട്ട് കയറി പോകുന്ന സമയത്ത് സരി പറഞ്ഞ, അതെ, എനിക്കൊന്ന് പുറത്തു പോകണമെന്ന് പറയണം. അതിനെന്താ, നമുക്ക് പോകാമല്ലോ എന്ന് പറയണം. പെട്ടെന്ന് രാഹുൽ താഴെ ഒന്ന് വിളിച്ചു പറഞ്ഞു, പുറത്ത് പോകുന്നൊന്നും കുഴപ്പമില്ല, പക്ഷേങ്കില് ദേ നിന്റെ ഭർത്താവിനെ അധികം ആൾക്കാരുടെ മുന്നിലൊന്നും കാണിക്കേണ്ടെന്ന് പറയാം. സരി പറഞ്ഞു, ദേ കേട്ടില്ലേ മനുവേട്ട, വീണ്ടും വട്ടതരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എത്രയാന്ന് പറഞ്ഞാലും അച്ഛൻ നന്നാവൊന്നും തോന്നില്ല എന്ന് പറയാം. മനോഹരവൻ ചില ആൾക്കാർ ഇങ്ങനെയാ, വട്ടിനുള്ള ഗുളിക കഴിച്ചാലും ഇങ്ങനെ ഓരോന്നോരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് പറയാം. അങ്ങനെ അവരെ കൂടെ കയറിപ്പോയപ്പോ രാഹുൽ പറഞ്ഞു, വട്ടി ഞാൻ പറയുന്നില്ല നിന്റെ ആർക്കാന്ന്. അധികം വൈകാതെ നിന്റെ മുഖം കൂടി അഴിഞ്ഞു വീഴൂടാ. ഈ രാഹുല പറയണെന്ന് പറയുവാണ്. പിന്നീട് കല്യാണിയും കിരണും കൂടെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് വരുവാണ്. അപ്പൊ കല്ലുമോനെയും കൂടെ ദീപ സിറ്റൗട്ടിൽ ഉണ്ടായിരുന്നു. അപ്പൊ കല്ലുമോനെ കണ്ടപടി കല്യാണി പോയി കല്ലുമോനെ ഓടിപ്പോയി എടുക്കുവാണ്. എന്നിട്ട് കൊഞ്ചിച്ചു കഴിയുമ്പോഴത്തേനും ദീപ പറഞ്ഞു, മോള് വന്നല്ലേ, വേഷമൊക്കെ മാറിയിട്ട് മതി എന്ന് പറയണേ. അതൊന്നും കുഴപ്പമില്ല, ഇനിയിപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ എനിക്ക് എന്റെ മോനെ അങ്ങനെ എടുത്ത് കൊഞ്ചിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടാണെന്ന് പറയാണ്. കിരൺ പറഞ്ഞു, അതിനിപ്പോ എന്താ, ഒരാഴ്ച കഴിയുമ്പോ പിന്നെ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ, പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കും. ഈ സമയം അപ്പുറത്ത് വീട്ടിൽ ജനലിനകത്തൂടെ രാഹുലി കാഴ്ച കാണുന്നുണ്ടായിരുന്നു. കല്യാണി മോനെ എടുത്ത് കൊഞ്ചിക്കുന്നു. വിറ്റകളെ രണ്ടുപേരും വേർപിരിക്കണം, എന്നിട്ട് വേണം താൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടത്താനായിട്ട്. അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ രാഹുൽ മനസ്സിൽ കരുതുകയാണ്. പിന്നീട് കല്യാണി കിരണ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാ. അതിനുശേഷം കാണിക്കുന്ന പ്രകാശം ഭയങ്കര സെറ്റപ്പായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് താഴേക്ക് ഇറങ്ങി വരുവാണ്. ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട്, പാന്റും ഷർട്ടും ഒക്കെ ഇട്ട്. ആ വരവ് തന്നെ ഭയങ്കര സ്റ്റൈലില്ല. താൻ വലിയ ആരോ ആന്നുള്ള രീതിയിലാണ് വരവ്. ഈ സമയത്ത് ഭാനുമതിയമ്മ താഴെ നിൽക്കുന്നുണ്ടായിരുന്നു. ഭാനുമതിയമ്മ പറഞ്ഞു, ആഹാ, കൊള്ളാലോടെ മോനെ, ഇപ്പൊ നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ വിക്രത്തിന്റെ അച്ഛനാന്ന് പറയത്തേ ഇല്ല, വിക്രത്തിന്റെ ചേട്ടനാന്ന് അത്രയും കൂടെ പ്രായം പറയത്തില്ല എന്ന് പറയാ. എങ്ങനെയുണ്ടമ്മേ, പൊളി ലുക്കല്ലേ നിൽക്കും. ലുക്കാണോന്നോ എന്റെ മോനെ, ഓരോ ദിവസം ചെല്ലുന്നോ നിനക്ക് സൗന്ദര്യം കൂടി വരുവാണല്ലോ എന്ന് പറയാം. അത് പിന്നെ അമ്മ അങ്ങനെയല്ലേ വരുത്തുള്ളൂ, ഇപ്പൊ ഞാൻ ആരാ, ചെറിയ ആളൊന്നും അല്ല, അറിയാവോ. ഇപ്പൊ തന്നെ കണ്ടില്ലേ കാർത്തിക ഫുഡ് പ്രൊഡക്ട്സിന്റെ ഒരു മെയിൻ ആണല്ലേ ഇപ്പൊ ഞാൻ. അത് മാത്രമല്ല, കാർത്തിക മോള് പറഞ്ഞനുസരിച്ചാണെങ്കിൽ ഒത്തിരി ഇനിയിപ്പം കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. മിക്കവാറും കൊണ്ടു വിദേശത്തൊക്കെ ഞാൻ പോകേണ്ടതായിട്ട് വരും. പിന്നെ എന്താ എന്റെ ലെവൽ എവിടെയാ നിക്കണെന്ന് ചോദിക്കോ. അമ്മയ്ക്ക് അതൊക്കെ മനസ്സിലാകുന്നില്ലെന്ന് ചോദിക്കും. പിന്നെ മനസ്സിലാകുന്നില്ലേന്നാ, എങ്ങനെയുണ്ട്, ഞാൻ കുറച്ച് ഫോട്ടോസ് എടുക്കട്ടെ എന്ന് പറയാം. എന്താ ബാ, നമുക്ക് രണ്ടുപേർ കൂടെ സെൽഫി എടുക്കാന്ന് പറയണം. അങ്ങനെ അമ്മയും മോനും കൂടെ ഒന്ന് സെൽഫി എടുക്കുവാണ്. ഈ സമയം കാർത്തിക അങ്ങോട്ട് വന്നു. കാർത്തികയോടെ മറന്നു നിൽക്കുകയാണ് ഇവരുടെ ഈ കോപ്രായങ്ങളൊക്കെ കണ്ടിട്ട്. പിന്നീട് ഭാനുമതി പറഞ്ഞു, ഇപ്പൊ കാണാനൊക്കെ കൊള്ളാലേ, പക്ഷേങ്കില് ഇപ്പൊ എന്റെ ഒപ്പം നീ നിന്നിട്ടുണ്ടെങ്കിൽ എന്റെ മോനാന്നൊക്കെ തന്നെ പറയും.
കാരണം എന്റെ സൗന്ദര്യത്തിന് മുന്നിൽ നീ ഒന്നുമല്ല എന്ന് പറയാണ്. ഇത് കേട്ടതും പ്രകാശനൊന്ന് ചിരിക്കുകയാണ്. പിന്നീട് പ്രകാശം പറഞ്ഞു, അമ്മേ അതെ ഞാൻ തന്നെ കുറച്ച് സെൽഫി എടുക്കട്ടെ എന്ന് പറയാം. എന്തിനാടാ നീ തന്നെ എടുക്കണേ? അതൊക്കെ ഉണ്ട്. അതെ ഒരു കാര്യം ചെയ്യാം, ഞാൻ എടുത്തു തരാന്ന് പറയണ. അല്ല അമ്മയ്ക്ക് ഈ ഫോട്ടോ ഒക്കെ എടുക്കാൻ അറിയാവോ? പിന്നെ അറിയാവോന്നോ? എന്നോടാണോ കളി? ഇങ്ങോട്ട് താട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങോട്ട് മേടിക്കണം. അതെ അമ്മേ ഇവിടെ പിടിച്ച് ഞെക്കാമെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കണം. ശരി. അങ്ങനെ പ്രകാശൻ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണം. ഈ സമയം ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, അതേ എടാ അങ്ങനെ നിക്കടാ, ഇങ്ങനെ നിക്ക, നീ ചെരിഞ്ഞൊന്ന് നിക്ക, എന്നാലേ ശരിക്കും നിന്റെ മുഖമൊക്കെ കാണാൻ പറ്റുള്ളൂ. എന്റെ അമ്മ എന്നെ ഫോണൊന്ന് ശരിക്കും പിടിച്ചാൽ മതി എന്ന് പറയണ. അങ്ങനെ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. ഫോട്ടോസ് എടുത്ത് കൊടുത്തിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഞാൻ എടുത്ത ഫോട്ടോസോ? കൊള്ളാമെന്ന് ചോദിക്കും. കുഴപ്പമില്ല, നിന്റെ മോൻ വിക്രം എടുക്കുന്നേക്കാളും നല്ല ഫോട്ടോസാണ് ഞാൻ എടുത്തേക്കുന്നേ എന്ന് പറയാണ്. അങ്ങനെ പ്രകാശൻ ആ ഫോട്ടോസൊക്കെ പിന്നെ വീണ്ടും വീണ്ടും നോക്ക്. എന്താടാ നീ നോക്കണേ? അല്ല ഇതിലേത് ഫോട്ടോ അയച്ചു കൊടുക്കുമെന്ന് ഓർത്തിട്ടാ. അയച്ചു കൊടുക്കാൻ ആർക്ക്? അതൊക്കെ ഉണ്ടമ്മേ, പുതിയ സെറ്റപ്പ് ഒക്കെ അല്ല ഇപ്പൊ എനിക്കുള്ളേന്ന്. അതാരാ? അതൊന്നും ഇല്ല. എടാ നീ തന്നെ ഇനിയിപ്പൊ നിനക്ക് പെണ്ണ് കണ്ടുപിടിച്ചോന്ന് ചോദിക്കും. അതൊക്കെ അമ്മ ഇനിയിപ്പോ വഴിയെ അറിഞ്ഞാ മതിന്ന് പ്രകാശം പറയാണ്. ഈ സമയം കാർത്തിക ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പ്രകാശം മനസ്സിൽ പറയാം, കാർത്തികയുടെ അമ്മേനെ വിവാഹം കഴിക്കണം. അത് കല്യാണം കഴിക്കാനുള്ള മോഹം കൊണ്ടൊന്നും അല്ല, പക്ഷേങ്കില് അവരുടെ സ്വത്തുക്കള്, കാർത്തികയുടെ സ്വത്തുക്കള്, അതാണ് തന്റെ ലക്ഷ്യം. അതിനു വേണ്ടി മാത്രം. അത് മാത്രമല്ല, ആ ദീപയുടെ കല്യാണിന്റെ ഒക്കെ മുന്നില് ഒന്ന് ഞെളിഞ്ഞ് നടക്കണമെങ്കില് കാർത്തികയുടെ അമ്മേനെ വിവാഹം കഴിച്ചേ മതിയാവുള്ളൂ. അങ്ങനെ മനസ്സിൽ പറയാണ്. ഈ സമയം കാർത്തിക പറഞ്ഞു, നീ എടുക്കടാ, ഫോട്ടോസൊക്കെ എടുക്ക, എത്ര എണ്ണം വേണേലും എടുക്ക. നിന്റെയൊക്കെ അവസാനത്തെ ഫോട്ടോ എടുക്കലത്. അധികം വൈകാതെ നീയൊക്കെ മണ്ണിനടിയിലേക്ക് പൊക്കോളും. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടാ എന്ന് കാർത്തിക മനസ്സിൽ പറയാം. ഈ സമയം പ്രകാശം പറഞ്ഞു, അമ്മേ അന്ന് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അമ്മേ, എന്റെ ലുക്ക് കൊള്ളാലോ, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടെന്ന് പറയണേ. അമ്മ ഇംഗ്ലീഷൊക്കെ പഠിച്ചോ? അല്ല പിന്നെ, അതിപ്പോ ഈ വിക്രം ഇംഗ്ലീഷൊക്കെ പഠിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അവന്റെ അടുത്ത് പോയി ചില വാക്കുകളൊക്കെ കേട്ട് കേട്ട് പഠിക്കുക. പറയാൻ പറ്റില്ലോ എപ്പോഴാണ് നമുക്ക് ഭാഗ്യം തെളിയുന്നേന്ന്. ഇത് കേട്ടം പ്രകാശൻ പറഞ്ഞു, ഞാനും അതുപോലെ തന്നെയാമ്മേ അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ പഠിക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ, ഇനി പുറത്തു പോകേണ്ട വന്നിട്ടുണ്ടെങ്കിലേ ഇംഗ്ലീഷ് വേണ്ട സംസാരിക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ടാന്ന് പറയും. അങ്ങനെ അമ്മയും മോനും നിലത്തെങ്ങും അല്ല നിൽക്കുന്നേ, മാനത്ത് കയറി നിൽക്കുക. ഈ സമയം കാർത്തിക നേരെ ലക്ഷ്മിനെ വിളിക്കണം. ലക്ഷ്മിനെ വിളിച്ചു കഴിഞ്ഞിട്ട് ലക്ഷ്മി ഇവിടെ മോനും അമ്മയും ഭയങ്കര സന്തോഷത്തിലാന്ന് പറയണ. ഇത് കേട്ടതും ലക്ഷ്മി പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എന്റെ ഫോണിലേക്ക് ഇപ്പൊ ഫോട്ടോസ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയണ. ഇത് കണ്ടപ്പോ കാർത്തി പറഞ്ഞു, അല്ല ഇത് കേട്ടപ്പോ കാർത്തി പറഞ്ഞു, അമ്മേ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇവിടെ കിടന്ന് തുള്ളി കളിക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും കൂടെ. ഞാൻ പിന്നെ ആ ഭാഗത്തേക്ക് പോകാൻ പോലും പോയില്ല, കാരണം അവർ സന്തോഷിക്കട്ടെ എന്നങ്ങ് വെച്ചു. പെട്ടെന്ന് ലക്ഷ്മി പറഞ്ഞു, സന്തോഷിക്കട്ടെ മോളെ, സന്തോഷിക്കട്ടെ, നന്നായിട്ട് അങ്ങോട്ട് സന്തോഷിക്കട്ടെ. അയാളെ കുറിച്ച് എനിക്ക് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് അറപ്പാ തോന്നുന്നത്. എന്റെ മനസ്സിൽ അയാൾ എന്നേ മരിച്ചു കഴിഞ്ഞു. ഇപ്പൊ എന്റെ മനസ്സിൽ അയാൾ ഒരു ജഡം മാത്രമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ കാർത്തി പറഞ്ഞു, ഞാനും അതുപോലെ തന്നെയാ, 2-3 ജഡത്തിന്റെ കൂടെ ഞാനും ഇവിടെ കഴിയണേന്ന് പറയാ. ഈ സമയം ലക്ഷ്മി പറഞ്ഞു, അതെ അധികം വൈകാതെ തന്നെ അയാൾ അറിയും ഞാൻ ആരാന്നുള്ള സത്യം. അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോഴാ അയാളുടെ തകർച്ച പൂർണ്ണമാകത്തുള്ളൂ. അതുവരെ അങ്ങ് സന്തോഷിക്കട്ടെ. അത് മാത്രല്ല, അയാളുടെ അമ്മയെന്ന് പറയുന്ന അവരുണ്ടല്ലോ, ഏറ്റവും ദുഷ്ടയായ സ്ത്രീ അവരെയാണ് ആദ്യം ഈ ഭൂമുഖത്ത് നിന്ന് പറഞ്ഞയക്കേണ്ടതെന്ന് പറയാം. കേട്ടപ്പം കാർത്തിക ശരിയാ അമ്മ പറഞ്ഞ്, കാരണം അവരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കടന്ന് നാടകം കളിച്ചുകൊണ്ടിരിക്കുന്ന ആള്. മകനെയും കൊച്ചുമകനെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നാടകങ്ങൾ ഇവിടെ അരങ്ങേറുന്നറിയാവോ? അതൊക്കെ എനിക്ക് അറിയാൻ മോളെ. നീ കാണുന്നതിന് മുമ്പ് ഞാൻ അവരെ കണ്ടല്ലേ, അവരെനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. എങ്ങനെ എവിടെ എന്ത് പ്രയോഗിക്കണമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. മനുഷ്യനെ കയ്യിലെടുക്കാനായിട്ട് അവരെന്തും ചെയ്യൂന്ന് പറയാം, അവരുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട്. പിന്നീട് ലക്ഷ്മി അന്ന് ശരി മോളെ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം കല്യാണിയും കിരണും കൂടെ കല്ലുമോനും കുഞ്ചോടും മുറിയിൽ ഇരിക്കുകയാണ്. ഈ സമയം കല്യാണിയുടെ കിരൺ, നീ ഇത്രമാത്രം ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല, ഒരാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതും കൂടെ പോകത്തില്ലെന്ന് നിൽക്കും. എന്നാലും എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് കിരണേട്ടാ, കല്ലുമോനെ കാണാതൊക്കെ ഇരിക്കുന്നു ഓർക്കുമ്പം. അതെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇങ്ങനെ മക്കളെ അധികമായിട്ട് നീ സ്നേഹിക്കില്ലെന്ന് പറയണം. അതെന്താ? അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ ഒരു യാത്ര പോകേണ്ടി വരുമ്പോ നിനക്ക് ഇത്രമാത്രം വിഷമം? അതൊക്കെ കിരണേട്ടിന് പറയാം, പക്ഷെ എന്റെ വിഷമം എനിക്കല്ലേ അറിയത്തുള്ളൂ. ഓഹോ, അങ്ങനെയാണെങ്കിൽ മിക്കവാറും ഇന്റർനാഷണൽ ലെവലിൽ വല്ല അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു മാസമൊക്കെ നിനക്ക് ചിലപ്പോൾ മാറി നിൽക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വന്നാൽ നീ എന്ത് ചെയ്യുന്നു ചോദിക്കാം. ഇത് കേട്ടതും കല്യാണി പറഞ്ഞു, അങ്ങനെയാണ് ഞാൻ പോയത് തന്നെ, പോകും. കിരണേട്ടന് കുഞ്ഞുണ്ടെങ്കിൽ ഞാൻ എവിടെ വെള്ളം പോകും. എത്ര നാളെ നിൽക്കണമെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഞാൻ ഇങ്ങനത്തെ ഒന്നും പോകത്തില്ല. അല്ലെങ്കിൽ എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല കിരണേട്ടാ, ഫേമസ് ആവുന്നതിനോടൊന്നും. കാരണം ഫേമസ് ആയിട്ട് നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടത്തില്ല. ഇപ്പൊ കിട്ടുന്ന ഈ സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. കാരണം 4 മനുഷ്യന്മാരുടെ മുന്നേ ഇറങ്ങി കഴിയുമ്പോൾ പിന്നെ ഫേമസ് ആയി കഴിയുമ്പോൾ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്.
പക്ഷെ അല്ലാതെ നമ്മൾക്ക് സാധാരണക്കാരെ പോലെ നമുക്ക് ഇറങ്ങി നടക്കാന്ന് പറഞ്ഞാൽ ആ നമ്മുടെ ഒരു ഭാഗ്യമല്ലേന്ന് ചോദിക്കുക. ഇപ്പൊ തന്നെ കണ്ടില്ലേ എത്രമാത്രം പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്നേ. അതിന് നമ്മൾ നനച്ചിരിക്കാത്ത കാര്യങ്ങളെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാ പറഞ്ഞേ ഉള്ള ജീവിതകാലം നമ്മൾ സന്തോഷത്തോടെ ജീവിക്കണം. നമ്മുടെ കാര്യങ്ങളൊക്കെ മനുഷ്യന്റെ കാര്യങ്ങളല്ലേ, എപ്പോഴേ സമയത്താ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. കിരൺ പറഞ്ഞ് ഭയങ്കര തത്വങ്ങളും കാര്യങ്ങളൊക്കെ ആണല്ലോ നീ പറയണേന്ന് പറയാ. അതെ, എനിക്കെന്തോ അങ്ങനെയൊക്കെ മനസ്സിൽ തോന്നുന്നു പറയാണ്. പിന്നീട് കല്ലുമോന് കരഞ്ഞ് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ കല്ലുമോനെ കൊണ്ട് സിറ്റ് ഔട്ടിലേക്ക് വരിക കല്യാണിയും കിരണം. അങ്ങനെ കല്ലുമോനെ കൊഞ്ചിച്ചോണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും രാഹുല് ജനന്റെ അരികെ വന്ന് നോക്കി. ഇതധികം വൈകാതെ തന്നെ ഇവളെ താൻ ഇവിടുന്ന് ഒഴിവാക്കും. അങ്ങനെ കിരണിനെ തന്റെ മോളുടെ ഭർത്താവായിട്ട് താന് കണ്ടു. അധികം വൈകാതെ തന്നെ ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. നീ സന്തോഷിക്കുക, നീ അധിക കാലം ഇങ്ങനെ സന്തോഷിക്കാൻ പോകുന്നില്ലെന്ന് രാഹുൽ മനസ്സിൽ പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.